ഓർണമെൻറ്റ്സൊക്കെ ഊരി വെച്ചേക്കെന്ന് പറഞ്ഞ് സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചവിടങ്ങാണ്ട് വെച്ചെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇവനിട്ട് ഒരു 5 മാലയുടെ 5 പവൻ്റെ മാലയൊക്കെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ കൂട്ടരൊക്കെ. പക്ഷേ അപ്പോൾ അന്ന് തന്നെ അവൻ ആ സാധനം പിടിച്ച് മേടിച്ച് അവിടെയെന്ന് അറിയോ. അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റിൽ കയറാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേനും അവൻ്റെ അമ്മാച്ചന് ഫ്ലൈറ്റിലുണ്ട്. നീ എന്നാടാ എന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴാണ് അമ്മാച്ചനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. സംഭവം ഇന്നതാ, ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ വീട്ടിൽ കൊണ്ട് പറ്റൂ. അവൾക്ക് അപ്പനില്ല, അവിടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാണ്. ഇവള് ദുബായ് ജോലിയുള്ള പെണ്ണായിരുന്നു. ഇവർ ഫേസ്ബുക്ക് കൂടെ കണ്ട് ആലോചന അങ്ങോട്ട് വന്ന, പക്ഷെ ഇവർ ശിഖണ്ഡിയായിരുന്നു. ഈ അടുത്ത് റാന്നിയിൽ ഒരു വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് ദ വെരി നെക്സ്റ്റ് ഡേ ഈ വധുവിന്റെ വീട്ടിലാക്കിയിട്ട് ഇറ്റലിയിലേക്ക് കടന്നു കളഞ്ഞു. എനിക്ക് ഈ ഒരു വിഷയം സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങാനാണ് താല്പര്യം. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ഈ ഒരു വിഷയം അറിഞ്ഞതായിരിക്കാം. എന്നെ പോലെ ഒരുപാട് റിയാക്ഷൻ ചാനൽസ്, എനിക്ക് തോന്നുന്നു 2-3 പേരെങ്കിലും ഈ ഒരു വിഷയം എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളൊരു കാര്യം, ഈ ഒരു വിഷയം റിയാക്ട് ചെയ്ത മിക്ക ആളുകളും അവരുടെ തംബ്നെയിലായിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോയിലായിക്കോട്ടെ ഈ ഒരു പെൺകുട്ടിയുടെയും ഈ ഒരു വരന്റെയും വധുവിന്റെയും ഫോട്ടോയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് വധുവിന്റെ ഫോട്ടോ ബ്ലർ ചെയ്തത് കണ്ടു, എന്നാൽ വരന്റെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ടില്ല. അതെന്താണ് അങ്ങനെ? എനിക്ക് ഫസ്റ്റ് വന്നൊരു സംശയം അതാണ്. ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ സാധനമൊന്നും വേണ്ടല്ലോ. വധുവിന്റെ മുഖം ബ്ലർ ചെയ്യാമെങ്കിൽ വരന്റെ ഫോട്ടോയും ബ്ലർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ അഥവാ എവിടെയെങ്കിലും അവരുടെ ഫോട്ടോ വെക്കുകയാണെങ്കിൽ 2 പേരുടെയും ഫേസ് ബ്ലർ ചെയ്യും. ഞാൻ പിന്നെ ഫോട്ടോ വെക്കാനുള്ളൊരു കാര്യം, നിങ്ങളൊരു വിഷയം അറിഞ്ഞതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരാം. തുടക്കം ജസ്റ്റ് ഒരു സ്റ്റാർട്ട്, വേറൊന്നുമല്ല. ഈ കല്യാണം കഴിച്ച ഒരു കുടുംബത്തിൽ ഒരു പയ്യനും വേറൊരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയും തമ്മിൽ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച അന്ന് രാത്രിയിൽ ഈ പയ്യൻ അറിയുന്നു ആ പെൺകുട്ടി, ഇയാൾ കല്യാണം കഴിച്ച പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ളത്. അടുത്ത ദിവസം തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിലാക്കുന്നു. ഈ പയ്യൻ നാട് കടന്ന് ഇറ്റലിയിലേക്ക് പോകുന്നു. കാരണം ഇവൻ ഇറ്റലിയിലായിരുന്നു. ഇനി ഇവരുടെ ഈ ഒരു ഇറ്റലിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ, കൊറോണ സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് കൊറോണ കൊണ്ടുവന്ന ഒരു ഫാമിലിയിലെ ഒരു അംഗമാണ് ഈ ഒരു പയ്യൻ എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് സത്യാവസ്ഥ ആ ഒരു വിഷയത്തിൽ മാത്രം എനിക്ക് സത്യാവസ്ഥ അറിയില്ല. പക്ഷേ ഇവർ ഈ പറയുന്ന ഈ ഒരു ട്രാൻസ്ജെൻഡർ കേസിലെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സത്യാവസ്ഥകൾ എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. ആദ്യമേ തന്നെ ഇപ്പൊ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും, ഇവരുടെ കുടുംബക്കാരൊക്കെ തന്നെയായിട്ട് സംസാരിക്കുന്ന കുറച്ച് വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ആ വോയിസ് ക്ലിപ്പുകൾ നിങ്ങളെ കേൾപ്പിക്കാം. അതിനകത്ത് ഒരു വോയിസ് ക്ലിപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തോ ഒരു ഉഡായിപ്പുണ്ട് ഇതിലെന്ന്. പ്രത്യേകിച്ച് ഈ പയ്യനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. എനിക്കൊരു പരിധിയിൽ കൂടുതൽ ഈ പയ്യനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ആ പയ്യന്റെയും പെൺകുട്ടിയുടെയും ഫോട്ടോ, അതായത് അവരുടെ സേവ് ദ ഡേറ്റിന്റെ അവരുടെ കല്യാണത്തിന്റെ ഫോട്ടോ, ഇതെല്ലാം എന്റെയിലും കിടപ്പുണ്ട്. പക്ഷെ എനിക്കിതൊന്നും ഇവിടെ അങ്ങനെ എന്റെ ഒരു ചാനൽ വഴി എനിക്കത് അങ്ങോട്ട് പബ്ലിക് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. അവരുടെ ഫോട്ടോസ്, അവരുടെ ഫേസ് ഞാൻ ബ്ലർ ചെയ്താണെങ്കിലും ഫോട്ടോസ് ഇവിടെ നിന്ന് കാണിച്ചേക്കാം. ആ ഫോട്ടോയിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് അതൊരു ലേഡി തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഒരു ഫിസിക്ക് കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലായതാണ്. പക്ഷെ കൂടുതലായിട്ട് നമുക്കറിയില്ല. അതൊക്കെ വേണമെങ്കിൽ ഇവിടുത്തെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കൊക്കെ, പോലീസുകാരൊക്കെ ഇടപെട്ടു ഈ ഒരു വിഷയത്തിൽ. അവർക്ക് പെട്ടെന്ന് തന്നെ തെളിയിക്കാം അതൊരു പെണ്ണാണോ ആണാണോ എന്നുള്ളത്. അതിവിടെ തെളിയട്ടെ. തെളിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ആ പെൺകുട്ടിയെ കുറ്റം പറയാം. അല്ലാതെ ആ പെൺകുട്ടിയെ കുറ്റം പറയാനായിട്ട് അതൊരു വാട്ടവർ ഒരു മനുഷ്യ ജന്മമാണല്ലോ അതിനെ വെറുതെ കുറ്റം പറയാൻ എനിക്ക് താല്പര്യമില്ല. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ കേൾപ്പിക്കാം. അതിനകത്തൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിലെ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. അതൊക്കെ നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. എനിക്ക് കുറെ ഡൗട്ടുകൾ വന്നു ഈ വോയിസ് ക്ലിപ്പൊക്കെ കേട്ടപ്പോഴത്തേക്ക്. നിങ്ങളും ഒന്ന് കേൾക്കൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക. പ്രിയപ്പെട്ടവരെ ഇതാണ് കഴിഞ്ഞ ദിവസം റാന്നിയിൽ നടന്ന പുരുഷ വിവാഹം. പ്രഥമ ദൃഷ്ടിയ സ്ത്രീയാണെന്ന് തോന്നിയാലും ശാരീരിക പരിശോധനയിൽ ഇവളൊരു പുരുഷനാണെന്ന് സ്ഥിരീകരിക്കുകയും അവൻ അവളെ കൊണ്ട് വീട്ടിലാക്കുകയും ചെയ്തു. വിശദവിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നത്. ആദ്യത്തെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ. ഇതിനകത്ത് ഇത് സംസാരിക്കുന്ന വ്യക്തി പറയുന്നത് അതൊരു പുരുഷനാണെന്ന് തെളിയിച്ചു. അതായത് സ്ത്രീ എന്ന് പറഞ്ഞ് ഇവൻ കല്യാണം കഴിച്ചത് അതൊരു പുരുഷനാണെന്ന് തെളിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ അറിവിൽ ഞാൻ അന്വേഷിച്ചത് വെച്ച് അതൊരു പുരുഷനാണെന്ന് ഇതുവരെയായിട്ടും തെളിഞ്ഞിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട്. പോലീസ് കേസ് എടുക്കാനുള്ള ഒരു കാര്യം ആ പെൺകുട്ടിയുടെ പരാതിയിൽ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിലാണ്. അത് വേറൊന്നുമല്ല, ഈ കല്യാണം കഴിച്ച പയ്യൻ ഈ പെൺകുട്ടി അന്ന് രാത്രിയിൽ തന്നെ, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ ഈ പെൺകുട്ടിയുടെ സ്വർണ്ണമൊക്കെ മേടിച്ചെടുത്തായിരുന്നു. എന്നിട്ടാണ് ഈ പയ്യൻ അടുത്ത ദിവസം ഈ പെൺകുട്ടിയെ വീട്ടിലാക്കിയിട്ട് ഇവൻ അങ്ങ് ഇറ്റലിയിലേക്ക് പോയത്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് എന്നിട്ട് അവന്റെ കുടുംബക്കാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും ഒക്കെ പറയിപ്പിച്ചതാണെങ്കിലും അതൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന്. അതായത് ഇവൻ ഈ സ്വർണ്ണവും പണവും ഒക്കെ എടുത്തവൻ നൈസായിട്ട് അങ്ങ് മുങ്ങി. അങ്ങനെയും ഇതിനകത്തൊരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ചെയ്തു എന്നല്ല ഞാനിവിടെ പറയുന്നത്.
എനിക്ക് അങ്ങനെ ഒരു സംശയമാണ് ആദ്യമേ തന്നെ തോന്നിയത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ അതൊരു പെണ്ണാണെന്നല്ല ഒരു ആണാണെന്ന് അങ്ങ് സ്ഥിരീകരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല അതൊരാണാണെന്ന്. മനസ്സിലായില്ല, അത് പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നതെന്ന് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തൊരു വോയിസ് ക്ലിപ്പ്. ഓക്കെ, ബൈ. ആൻറ്റി, ഈ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് 3-4 ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തിൽ ഐത്തലപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ്. ഈ ചെറുക്കൻ പണ്ട് ഇറ്റലിയിലുള്ളതാണ്. അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാർ കോവിഡ് പടർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വന്ന ചെറുക്കനാ. അത് ഇവന്റെ ഫാമിലി ആയിരുന്നു. ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിയിൽ നിന്ന് വന്ന്. ഇവന്റെ കല്യാണമായിരുന്നു 3-4 ദിവസം മുമ്പ്. കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ ഐത്തലപ്പള്ളി വെച്ചായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി. ആൾക്കാർ സെറിമണിയൊക്കെ അന്വേഷിച്ച് അറേഞ്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു. ഇവനെ ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു, ഒരു ചെറുക്കനായിരുന്നുകൊണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് 3-4 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം. പെട്ടെന്ന് തന്നെ നാട് വിട്ടത് ഓക്കെ, പക്ഷെ ഈ പെണ്ണിന്റെ വീട്ടുകാരും പെണ്ണും ഒക്കെ കേസ് കൊടുത്തതുപോലെ ഇവൻ നാട് വിട്ടത് ഓക്കെ, പൊക്കോട്ടെ. പക്ഷെ ഈ നാട് വിട്ടപ്പം എന്തിനീ പെൺകുട്ടിയുടെ സ്വർണവും പണവും ഒക്കെ ഇവൻ കൊണ്ടുപോയി? അവരങ്ങനെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. പോലീസുകാരൊന്നും കാണാതെ ഒരു കേസ് അങ്ങോട്ട് സ്വീകരിക്കത്തില്ലല്ലോ. അങ്ങനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചേട്ടന്മാരൊക്കെ ഇവിടുത്തെ പോലീസുകാരെ മറ്റേ വെറും ഉണ്ണാക്കന്മാരായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. പോലീസുകാർ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഈ സ്വർണവും പണവും ഒക്കെ അവൻ എടുത്തുകൊണ്ട് പോയതാണെങ്കിലോ. ഇല്ലെങ്കിൽ എന്തിന് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം, അവനൊരു കല്യാണം കഴിച്ചു, ആ പെൺകുട്ടി ഇങ്ങനെയാണെന്ന് അറിഞ്ഞ് അവൻ ആകെ ഞെട്ടിക്കാണും. അവൻ അടുത്ത ദിവസം തന്നെ അവനടുത്ത് പറഞ്ഞ് കേസ് കൊടുക്കാം. അല്ലെങ്കിൽ അവന്റെ ഒരു മാനസികാവസ്ഥ വെച്ച് അവൻ ഇവിടുന്ന് നാട് വിട്ടു, അവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം, ഓക്കെ, മനസ്സിലായി. പക്ഷെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തിന് ആ പെൺകുട്ടിയുടെ സ്വർണവും പണവും കൊണ്ടുപോയി? അവർ കേസ് കൊടുത്തത് സത്യമാണെങ്കിൽ എന്തിനങ്ങനെ കൊണ്ടുപോയി? അതൊരു ചോദ്യമല്ലേ? ഇനിയും വേറെ ഇതിനി ഇപ്പൊ ഈ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒരു ചൊറിച്ചിലുണ്ടല്ലോ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ വോയിസുകളാണ് നിങ്ങളിപ്പോ കേൾപ്പിക്കുന്നത്. ഇനി ഒരു അമ്മച്ചി ഇനി ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു ചെറിയ സാധനം കൂടെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവിടെ കാണിക്കാം, പക്ഷെ ഞാൻ ഫോട്ടോസ് ഒന്നും ബ്ലർ ചെയ്യുന്നില്ല. പക്ഷെ ആ ഫോട്ടോസിൽ നിന്നൊക്കെ ലൈക്ക് ഫേസ്ബുക്കിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്കതൊരു ആണായിട്ട് അങ്ങോട്ട് തോന്നിയിട്ടേ. ചിലപ്പോൾ മേ ബി ആയിക്കോട്ടെ, ആണെങ്കിൽ തന്നെ അതൊരു ആണാണെങ്കിൽ അവനോട് എന്നിട്ട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവന് കേസായിട്ട് മുന്നോട്ട് പോകായിരുന്നു. ഇല്ലെങ്കിൽ അവരുടെ എല്ലാ സാധനവും കിട്ടിയ സാധനം എല്ലാം കൊടുത്തിട്ട് അവനോട് നിങ്ങൾക്ക് സ്ഥലം വിടായിരുന്നു. ഇത് ഇവർ ഈ പറയുന്നതാണ് ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവനിവിടെ നിൽക്കണമായിരുന്നു. ഇല്ലെങ്കിൽ അവൻ ഇപ്പോ ഒരു സോഷ്യൽ മീഡിയ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവന്റെ സത്യാവസ്ഥ തുറന്നു പറയാം, ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല, ഞാൻ അറിഞ്ഞത് വെച്ച് ഇതുവരെ അവൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അവൻ ഏതോ ഒരു കാണാമറയത്ത് ഒളിച്ചിരിക്കുക. മനസ്സിലായില്ലേ? അതുകൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഒരു മനുഷ്യ ജന്തുവിനെ വെറുതെ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നൊക്കെ പറഞ്ഞ് വെറുതെ കല്ലെറിയാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കുക. ഇതെന്റെ ചെറിയൊരു അഭിപ്രായം മാത്രം. ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരു അമ്മച്ചിയുടെ ഒരു വോയിസ് ക്ലിപ്പും കൂടെ ഉണ്ട്, ഇതും കൂടെ ഒന്ന് കേട്ടെ. ഞാനിത് അറിഞ്ഞായിരുന്നടാ, എന്നാലിപ്പോൾ ഞാനിത് അറിഞ്ഞതാ. അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവർ ആ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ അന്ന് ഇവർ കടുത്തുരുത്തിക്ക് പോയില്ല. കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിൻ്റെ വീട്. അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിലോട്ട് പോകാതെ ദൂരമല്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവർ സ്റ്റേ ചെയ്തു, റാന്നിയിൽ തന്നെ, ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ. അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി. ഇവർ കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലും കയറി ഡ്രസ്സൊക്കെ മാറുകയൊക്കെ ചെയ്തു. അപ്പം ഓർണമെൻറ്റ്സൊക്കെ രാത്രി ഇനിയിപ്പം വേണ്ട, ഓർണമെൻറ്റ്സൊക്കെ ഊരി വെച്ചേക്കെന്ന് പറഞ്ഞ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചടങ്ങാണ്ട് വെച്ചെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇവനിട്ട് ഒരു 5 മാലയുടെ 5 പവൻ്റെ മാലയൊക്കെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ കൂട്ടരൊക്കെ. പക്ഷേ അപ്പം അന്ന് തന്നെ അവൻ ആ സാധനം പിടിച്ച് മേടിച്ച് അവിടെ നിന്ന്. കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി 1 മണി എങ്ങാണ്ടാകാറായി, 12-1 മണിയായി. കല്യാണ വീടല്ലേ, 1 മണി ആറായപ്പം ചെന്നപ്പം നോക്കിയപ്പോൾ കാണുന്ന സംഭവം എന്നാണെന്നറിയാമോ? ഒരു പാൻറ് പോലെ ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ആളിനെയാണ് കാണുന്നത്. അറിയോ? അയ്യോ, അവൻ ആ പാടെ വിഷമിച്ചു. ഓക്കെ, ബാക്കി ഞാൻ കേൾപ്പിക്കാവേ. അതിന് മുമ്പ് നിങ്ങൾ ഇപ്പൊ ഈ കേട്ടല്ലോ, അതിനകത്ത് അമ്മച്ചി പറയുന്ന ഒരു കാര്യം കണ്ടല്ലോ. ഈ അമ്മച്ചി ആരാണെന്ന് പോലും എനിക്കറിയില്ല, ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ബന്ധുവായിരിക്കും ഈ പയ്യന്റെ. അപ്പൊ ഈ പയ്യൻ റൂമിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് പാൻറ്റൊക്കെ ഇട്ട്, വേറെ ഡ്രസ്സൊന്നുമില്ല, ഒരു പാൻറ്റൊക്കെ ഇട്ട് ഒരു പയ്യൻ അവിടെ കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അറിയുന്നത് താൻ കെട്ടിയത് ഒരു പുരുഷനെയാണെന്നുള്ള കാര്യം. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് വന്നൊരു സംശയം എന്താണെന്നറിയോ? ഇപ്പം ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കുടുംബം ഇവനെ പറ്റിക്കുകയാണെന്ന് വിചാരിച്ചോളുക. അങ്ങനെ ആണെങ്കിൽ തന്നെ ആദ്യ രാത്രി തന്നെ ചിലപ്പോ ഓക്കെ, അങ്ങനെ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ആദ്യ രാത്രി തന്നെ പറ്റിക്കുന്ന അവളിപ്പൊ പറ്റിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ജെൻഡർ ആ ഒരു ആള് ഇവനെ പറ്റിക്കുകയായിരുന്നെങ്കിൽ ഇവൻ രാത്രി കയറി ചെല്ലുമ്പം
ഒരു പേടിയില്ലാതെ ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ കിടന്നു കൊടുക്കും, ഒരു ഡ്രസ്സും ഇല്ലാതെ ജസ്റ്റ് ഒരു പാന്റ് മാത്രമായിട്ട് അങ്ങനെ കിടക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് അത് കേട്ടപ്പോൾ ഒരു സംശയം തോന്നിയില്ലേ? എനിക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പിൽ ഈ അമ്മച്ചി പറയുന്ന കാര്യം കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നിയത്, അങ്ങനെ ചെയ്യുവോ? പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു പറ്റീരിൽ ഇവനെ കുറച്ചും കൂടെ ഇട്ട് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ അവർ നോക്കുകയുള്ളൂ. അല്ലാതെ അന്നത്തെ രാത്രി തന്നെ പൊളിയോന്ന് ചില പറയാം, എന്താണെങ്കിലും ആദ്യ രാത്രിയാണെന്ന് പൊളിയും. പക്ഷേ ഇത്രയും കൂളായിട്ട് അവൻ കയറി വരുന്ന ഏകദേശം 1 മണി സമയത്ത് അങ്ങനെ ഒരു പാന്റ് മാത്രമായിട്ട് അവിടെ കിടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത പോലെ അതിനകത്ത്. ബാക്കിയും കൂടെ ഒന്ന് കേട്ടെ. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, വേണ്ടൊക്കെ സംസാരിച്ചു. അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല. ചീറ്റിങ്ങാന്ന് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ പറഞ്ഞു എന്തിയാ മാല എന്തിയാന്നൊക്കെ ചോദിച്ചു പറഞ്ഞു. ഈ പോർഷൻ നിങ്ങൾ കേട്ടോ ഈ അമ്മച്ചി പറയുന്നത്? ആദ്യമേ ഈ അമ്മച്ചി പറയുന്നുണ്ട് ഇത് കണ്ടതിന് ശേഷം അവർ അന്ന് രാത്രി സംസാരിച്ചു. ദെൻ വെരി നെക്സ്റ്റ് മൊമെന്റ് അവർ പറയുന്നു അവര് തലേദിവസം ഒന്നും സംസാരിച്ചില്ല. ഇതിലേതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇതൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ അത് വീണ്ടും ഒന്നുകൂടെ ബാക്ക് പോയിട്ട് നിങ്ങളെ കേൾപ്പിച്ചത്. നിങ്ങൾ കേട്ടല്ലോ അവര് പറയുന്നത്. എനിക്കിത് കേട്ടപ്പോൾ നല്ല കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. ഇവരെന്താ ഇങ്ങനെ പറയുന്നത്? ആദ്യം ഇവര് പറഞ്ഞു തലേദിവസവും സംസാരിച്ചില്ല. ഇത് കണ്ടപ്പോഴത്തേക്കും അവൻ ഞെട്ടിപ്പോയി. പിന്നെ പറയുന്നു അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും മറ്റേ ചൊറിച്ചിലുണ്ടല്ലോ, അതുപോലെയുള്ള ഏതോ ചില ആളുകളുടെ ചൊറിച്ചിൽ അത് ഈ അമ്മച്ചിക്കും ഉണ്ടായിട്ട് ഇങ്ങനെ ഇരുന്ന് ചൊറിയുന്നു, അത്രേ ഉള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ ഇതൊന്നും കേട്ടുകൊണ്ട് ഒരിക്കലും ഇവൻ കല്യാണം കഴിച്ച പെൺകുട്ടിയാണെങ്കിലും വോട്ടവർ അത് ആരാണോ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് തെളിയട്ടെ. അതൊരു ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അത് ഫസ്റ്റ് പുറത്തു വരട്ടെ, എന്നിട്ട് നമുക്ക് അവരെ കല്ലറിയാം, എന്നിട്ട് നമുക്ക് ഇവനെ സപ്പോർട്ട് ചെയ്യാം. ഇവൻ അങ്ങനെ പേടിച്ച് ഇവൻ നാട് വിട്ടതാണ്. ഇല്ലെങ്കിൽ ഇതിനൊരു ഓപ്പോസിറ്റ് സൈഡ് ഉള്ളത് അവര് കേസിൽ പറഞ്ഞ പോലെ ഇവൻ പണ്ടോ മണോ ഒക്കെ ആയിട്ട് സ്ഥലം അങ്ങ് വിട്ടു, അത്രേ ഉള്ളൂ. ബാക്കിയും കൂടെ ഒന്ന് കേട്ടോ. അതെന്തിനാ മാല? അത് ഇപ്പോൾ രാത്രിയിലൊന്നും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട, മാല അങ്ങ് ഊരി വെക്കാം, കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മാല അവൻ മേടിച്ചു. 5 പവൻ്റെ മിന്നുമാലയൊക്കെ ഇട്ടത് സ്റ്റേജ് വെച്ചൊക്കെ ഇടുമല്ലോ, അതെല്ലാം അവൻ മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് പെങ്ങളുടെ വീട്ടിലാണ് വിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഇവളെയും കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു. മിണ്ടിയില്ല. പിന്നെ വീട്ടുകാരുടെ അമ്മയോടൊക്കെ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇവർ ഈ രവി അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കടുത്തിരുത്തി കൊണ്ട് വിട്ടേച്ച് അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ UK സ്ഥലം വിട്ടു. UK പോയി. ഇറ്റലിക്ക് എങ്ങാണ്ടും തിരിച്ചു പോയി. അറിയോ? അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റിൽ കയറാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേനും അവൻ്റെ അമ്മാച്ചന് ഫ്ലൈറ്റിലുണ്ട്. നീ എന്നാടാ എന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴാണ് അമ്മാച്ചനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. സംഭവം ഇന്നതാണ്, ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ വീട്ടിൽ കൊണ്ട് പറ്റൂ. അവൾക്ക് അപ്പനില്ല, അവിടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാണ്. ഇവള് ദുബായ് ജോലിയുള്ള പെണ്ണായിരുന്നു. ഇവർ ഫേസ്ബുക്ക് കൂടെ കണ്ട് ആലോചന അങ്ങോട്ട് വന്ന, പക്ഷെ ഇവർ ശിഖണ്ഡിയായിരുന്നു. അതാ സംഭവം. അമ്മച്ചിയൊക്കെ പച്ചക്കങ്ങ് പറഞ്ഞു കളഞ്ഞേക്കുക ശിഖണ്ഡി ആയിരുന്നു എന്നുള്ളത്. ഞാൻ ഒരിക്കലും ആ ഒരു വാക്ക് ഉപയോഗിച്ച് വിളിക്കുന്നില്ല, കാരണം തെളിയട്ടെ. ഞാൻ വീണ്ടും അതാ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഈ ലേഡിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരപ്പം ഇനിയിപ്പോൾ ഈ പയ്യന്റെ ഭാഗത്തുള്ളത് കേൾക്കും, ഇല്ലെങ്കിൽ ഈ പയ്യന്റെ അമ്മയൊക്കെ പറയുന്നത്, ഇവരുടെ ഈ പയ്യന്റെ അമ്മയും പറയുന്നത് അവര് പറ്റിച്ചു എന്നുള്ളതാണ്. അതായത് ആ ലേഡി ആ പെൺകുട്ടിയുടെ ഫാമിലി പറ്റിച്ചു, അതൊരു ഇങ്ങനെയുള്ള ഒരു ലേഡിയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് അവർ പറയുന്നു, അവരുടെ കുടുംബക്കാരും പറയുന്നു ആ പെൺകുട്ടി അങ്ങനെ ഒരാളല്ല. അതിൽ അവരെല്ലാവരും ഉറച്ചു നിൽക്കുന്നുണ്ട്. സോ ഇതിൽ രണ്ടിൽ ഏത് വിശ്വസിക്കും എന്നുള്ളൊരു സംശയത്തിലായിരിക്കും നിങ്ങളും ഞാനും ഒക്കെ. എനിക്ക് പിന്നെ എനിക്ക് കുറച്ചുകൂടെ സംശയം കൂടുതൽ ഉള്ള കാര്യം പറയാലോ, ഈ ഒരു പയ്യന്റെ ഫാമിലിയെ തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പൊ ഈ ലേഡി ഇപ്പൊ ഈ സംസാരിച്ച ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചല്ലോ, അതിനകത്ത് അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് ഒരു ബന്ധം ഇല്ലാതെ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ഈ രാത്രിയിൽ ഇവൻ കണ്ടു പേടിച്ചു, അവൻ അടുത്ത് അതും അവരെന്തോ അങ്ങനെ കിടക്കുക, എനിക്കെന്തോ അതിനകത്തൊക്കെ എവിടെയൊക്കെയോ എനിക്ക് ചെറിയ സംശയങ്ങൾ. ഇവൻ അത് മാത്രമല്ല, ഈ സ്വർണ്ണവും മണമൊക്കെ എടുത്തുകൊണ്ട് പോയെന്ന് അവർ പറയുന്നതിനകത്ത് അതിനുവേണ്ടി ചിലപ്പോൾ ഇവൻ കെട്ടിയതായിരിക്കാം. എന്നിട്ട് അവൻ അതുകൊണ്ട് അങ്ങ് സ്കൂട്ടായി. എന്നിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം പറയണമല്ലോ, അതിനുവേണ്ടി അവന് പറയാൻ പറ്റിയ ഏറ്റവും മൃദുവായിട്ടുള്ള ഒരു സാധനം അതാണ് ട്രാൻസ്ജെൻഡർ ആണ്. അതിന് തെളിഞ്ഞു വരുമ്പോഴും കൂടിപ്പോയി കഴിഞ്ഞാൽ അവനെ അവിടുന്ന് പുറത്താണ്. അവനെ എവിടുന്ന് വിളിച്ചു വരുത്തി അവനറിയാം ഇവിടുത്തെ നിയമമൊക്കെ എവിടെ വരെ ചെല്ലുമെന്നുള്ളത്. ചിലപ്പം ആ ഒരു ഗെയിം ആയിരിക്കാം. ഇത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? ചിലപ്പോൾ നമുക്ക് രണ്ടുപേർക്കും വ്യത്യാസമുള്ള അഭിപ്രായങ്ങളായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ അങ്ങനെ ചെയ്യുക.